ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ലേണേഴ്സിനെ അപ്സ്കില്ല് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, അവരുടെ നോളജിനെ എന്നും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്ഥിരമായിട്ട് നടത്തി വരുന്ന ഫ്രീ വെബിനാറുകളുടെ പുതിയൊരു എപ്പിസോഡ് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കൗൺസിലിംഗ്, സൈക്കോളജി, അതല്ലെങ്കിൽ സൈക്കോ തെറാപ്പി, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയെ അധികരിച്ചുകൊണ്ടാണ് വിംബിൾ അക്കാദമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ അറിവുകൾ നവീകരിക്കപ്പെടുകയും അതേപോലെ തന്നെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വിംബിൾ അക്കാദമിയുടെ ഒരു പ്ലാറ്റ്ഫോം മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാർസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ എപ്പിസോഡുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നാർസിസം, നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ മുൻ ഫ്രീ വെബിനാറുകളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹൗ ടു സർവൈവ് എ നാർസിസിസ്റ്റ്, അതിൻ്റെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നാർസിസിക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെക്ഷൽ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് നിർവഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് NPD-യുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് വിംബിൾ അക്കാദമിയിൽ തന്നെ സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷ മാമാണ്. വർഷ മാം എടപ്പള്ളി സ്വദേശിയാണ്. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ അക്കാദമിയിലെ റെമഡിയൽ കോഴ്സ്, അതേപോലെ തന്നെ ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ജെറിയാട്രിക് കൗൺസിലിംഗ്, ഗ്രീഫ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് വർഷാമയമാണ്. അപ്പോൾ ഇന്ന് സെക്ഷൽ നാർസിസം ഇൻ NPD ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് വർഷാമേമ നിങ്ങളുമായിട്ട് സംവദിക്കും. അത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. വർഷ മാമിന്റെ നേതൃത്വത്തിലായിട്ട് നാളെ മുതൽ ആർട്ട് തെറാപ്പി എന്നുള്ള ഒരു വർക്ക്ഷോപ്പ്, 5 days വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ബാച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. മൂന്നാമത്തെ ബാച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വരകളിലൂടെ അവരെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം, അതിനെ ഇവാലുവേറ്റ് ചെയ്യാം, അവർക്ക് എങ്ങനെ ഹീലിംഗ് കൊടുക്കാം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഈ ഒരു ആർട്ട് തെറാപ്പിയിലൂടെ നമ്മൾ സംവദിക്കും. താല്പര്യപ്പെടുന്നവർക്ക് ബന്ധപ്പെടാം. അതേപോലെ തന്നെ CBT-യുടെ 11ാമത്തെ ബാച്ചും നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഷ മാമിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. വർഷ മാം, പ്ലീസ്. Thank you, sir. Hi all, good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഗുഡ് ഈവനിങ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ നാർസിസം ഇൻ NPD എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഓൾറെഡി സാർ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഇതിനു മുന്നേ NPD-യുടെ കുറച്ച് സെഷൻസ് നമ്മൾ ചെയ്തിരുന്നു. NPD എന്താണ്, അതുപോലെ സർവൈവേഴ്സ് എങ്ങനെയാണ് അതിൽ നിൽക്കേണ്ടത് എന്നുള്ളതും
അതിന്റെ പാരന്റിങ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് വിൻബിളിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ റെക്കോർഡ് ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെക്ഷൽ നാർസിസം ഇൻ NPD ആണ്. അപ്പോ സെക്ഷൽ നാർസിസം എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയും, ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് നമ്മൾ ഈ സെക്ഷൽ നാർസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് കൂടുതലും സെക്ഷുവാലിറ്റി ബേസ് ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് അതിൽ വരുന്ന ഒരു തരം ഒരു പാറ്റേൺ ആണ് ഈ സെക്ഷൽ നാർസിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെക്ഷൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രത്യേക സബ് ടൈപ്പ് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ NPD തന്നെയുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് നമ്മൾ കാണുന്ന. NPD ഉള്ള ഡിസോർഡേഴ്സ് ഉള്ള ആളുകളില് ചില ആളുകൾക്ക്, എല്ലാവർക്കും ഈക്വലി നമുക്ക് പറയാൻ പറ്റില്ല, ചില ആളുകൾക്ക് ഈ ഒരു സെക്ഷൽ നാർസിസം എന്നുള്ളൊരു ബിഹേവിയർ അവര് കുറച്ച് കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നവരായിരിക്കും. ചിലർ ഒട്ടും തന്നെ അത് ഇല്ലാത്തവരും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത് മെയിൻലി അവര് ഫോക്കസ് ചെയ്യും. അപ്പൊ NPD ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് എന്താ? അവർക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ ആണ് കിട്ടേണ്ടത്, അല്ലെ? എല്ലാവരും അംഗീകരിക്കപ്പെടണം, എല്ലാവരും പറയണം ഞാനാണ് വലിയ ആളെന്ന്, അല്ലെ? നമ്മളിങ്ങനെ കുറച്ചൊന്നും കാണാനായിട്ടൊന്നും അവരെ കൊണ്ട് അങ്ങനെ ആലോചിക്കാൻ കൂടി പറ്റില്ല. എല്ലാവരുടെ മുന്നിൽ ഇവരിങ്ങനെ കുറഞ്ഞ ആളും ബാക്കിയുള്ളവർ വലിയ ആളുകളാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരാണ് ഏറ്റവും വലിയ ആളുകള്, ഇവര് കഴിഞ്ഞിട്ടുള്ള വേറെ ആരും, ഇവർക്ക് ഇവര് എക്സ്ട്രാ ഓർഡിനറി ആണെന്നുള്ള ഫീലാണ് NPD ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എന്താ? അതൊരു മാസ്കിങ് ആണ്, അല്ലെ? കോൺഫിഡൻസിന്റെ കുറവോ മറ്റ് സെൽഫ് എസ്റ്റീമിന്റെ കുറവ്, ഇതൊക്കെ ഇൻഫീരിയോറിറ്റി, ഇതൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഒരു മാസ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു രീതിയിൽ സുപ്പീരിയോറിറ്റി അവര് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സെക്ഷൽ നാർസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ കോവേർട്ട് നാർസിസിസ്റ്റും ഓവേർട്ട് നാർസിസിസ്റ്റും ഇത് എങ്ങനെയാണ് പുറമെ കാണിക്കുന്നത്, അതുപോലെ ഇത് അവരുടെ പാർട്ട്നേഴ്സ് എന്തിലൂടെയാണ് കടന്നു പോകുക. അപ്പൊ ഇവരിങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയം പാർട്ട്നേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് NPD ഉള്ള ആളുകൾ, ഈ സെക്ഷൽ നാർസിസം ഉള്ള ആളുകളിൽ. ഇപ്പൊ നമ്മൾ എല്ലാവരെയും പറ്റിയല്ല പറയണേ, കുറച്ച് പേർക്കാണ് ഇത് ഉണ്ടാവുക, അവരെ പറ്റിയിട്ടാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടല്ല. അപ്പൊ ഏറ്റവും ആദ്യത്തേതാണ് പ്രീ ഒക്യുപ്പേഷൻ വിത്ത് സെക്സ്. ഇതാണ് ഏറ്റവും ആദ്യം അവര് കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോ നോക്കിയാലും കോൺസ്റ്റന്റ് ആയിട്ട് ഇവര് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതും സെക്സിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും മിക്ക സമയങ്ങളിലും ഇവര് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ അത് ഇപ്പൊ എല്ലാ ആളുകളും ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടാവാം. പക്ഷെ ഇവരെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ പ്രീ ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവർ ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഡെയിലി ലൈഫിനെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കോൺസ്റ്റന്റ്ലി ഇവർ തിങ്ക് ചെയ്യുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടായിരിക്കും ഇവർ കോൺസ്റ്റന്റ്ലി തിങ്ക് ചെയ്യുന്നത്. അത് പതിയെ ഇവരുടെ ഓവറോൾ ഇവരുടെ ലൈഫിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കാം. ഏതൊരു സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് എന്താവും? അവിടെ പ്രോബ്ലംസ് വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫാമിലി ടൈം എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്, കുട്ടികളും അതുപോലെ പാരന്റ്സും പാർട്ട്ണറൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്തും ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ സംസാരിച്ചിരിക്കണം എന്നായിരിക്കില്ല. ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കാണില്ല. ആളെവിടെ ആയിരിക്കും? ആള് ചിലപ്പോ പോൺ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കണ്ടന്റ്സ് കാണുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു കാര്യത്തിലും ഇൻവോൾവ് ആവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം ഇവര് പ്രീ ഒക്യുപ്പൈഡ് ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് ഇവരുടെ ജോലിനെ ബാധിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവരൊരു മീറ്റിങ്ങിന് പോയാൽ തന്നെ മീറ്റിങ്ങിൽ അവർ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്തും ഇവർക്ക് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവർ ഓൾറെഡി ആ ഫുൾ ടൈം ഇവരുടെ ആ ഒരു ഓഫീസിലേക്ക് വന്നുള്ള സമയത്തൊക്കെ തന്നെയും ഇവര് ഈ ഇതുപോലെയുള്ള സെക്ഷൽ കാര്യങ്ങളിലായിരിക്കും ഇവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പതുക്കെ ഇത് ഇവരുടെ എന്ത് ചെയ്യും? ഇവരുടെ വർക്കിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ആ ഒരു കുറച്ച് ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ ഇതിങ്ങനെ കൂടി വരുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ ജോലി വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ,
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്രയൊക്കെ ഇപ്പൊ പാർട്ട്ണർ ഭയങ്കരമായിട്ട് ഇവരോട് സ്നേഹം കാണിച്ചാലും അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചു നേരം ഇവരുടെ അടുത്ത് വന്നിരുന്നാലും പാരന്റ്സ് വന്നിരുന്നാലൊക്കെ ഇവര് മാക്സിമം ഇവരങ്ങ് അവോയ്ഡ് ചെയ്യും. കാരണം ഇവരെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സെക്ഷൽ കണ്ടന്റ്സ് വാച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്സിലൊക്കെ മെസ്സേജ് അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോ ഇതാണ് ഏറ്റവും ഫസ്റ്റ് സെക്ഷൽ നാർസിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് പ്രീ ഒക്യുപ്പേഷൻ വിത്ത് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർ ഓൾറെഡി ഈ ഒരു കാര്യം മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ഇവർക്ക് അത് കൺട്രോളിങ്ങിൽ വരുന്നില്ല. ഇവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് പതുക്കെ ഇവരുടെ ഫാമിലിനെയും ഇവരുടെ വർക്കിനെയും ഇവർ പോകുന്ന ഓരോ ഇവന്റ്സിനെയും മീറ്റിങ്ങിനൊക്കെ ഇത് എഫക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫാമിലി തന്നെ ഒരാൾക്ക് എന്തെങ്കിലും അപകടം വന്നു എന്ന് വിചാരിക്കും. അപകടം വന്നാൽ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം. കാരണം ആൾ കുറച്ച് സീരിയസ് ആണ്, ICUലാണ്. അപ്പൊ എല്ലാവരും പോയേക്കാം കാണാൻ വേണ്ടി. പക്ഷെ ഇവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വരില്ല. കാരണം ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇതെന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് മാത്രമായത് കാരണം ആള് വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ്സ് കാണാം, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഇവർക്ക് താല്പര്യം. മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവരിന് അത്രയും സീരിയസ് ആണെങ്കിൽ അവര് പറയാ അതിനെന്താ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മരിച്ചു, അത്രയല്ലേ സംഭവിക്കാൻ പോണുള്ളൂ, എനിക്ക് വരാൻ നേരില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഈ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും ഇവര് ഫോക്കസ് ചെയ്യുക. അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്. രണ്ടാമത്തത് ഇവര് ഏറ്റവും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെക്സ് എന്ന് പറയുന്നതിനെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ കാണുക. കാരണം ഇപ്പൊ ഒരു ഫാമിലി ലൈഫ് ആവുമ്പോഴേക്കും അതിലൊരു ഇമോഷണൽ പേഴ്സണൽ കണക്ഷൻ ഒക്കെ അവിടെ ആവശ്യമാണ് അല്ലെ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഈ ഒരു ഇമോഷണൽ കണക്ഷനോ പേഴ്സണൽ കണക്ഷനോ ഇതൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് ആകെ വേണ്ടത് ഈ ഒരു ആക്ട് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഇവര് ലൈഫിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പൊ ഇവരുടെ മനസ്സിൽ എന്താ, അപ്പൊ ചിലര് പറയില്ലേ, ഇപ്പൊ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നവരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളൊരു മാരീഡ് ലൈഫിൽ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴേക്കും അവർ പറയും എനിക്കിപ്പോ കെയറിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ വേണം എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും ഒരു ഇമോഷണൽ കണക്ഷൻ വേണം, എന്റെ എന്ത് വിഷമങ്ങൾ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവണം, അതുപോലെ ആളുടെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കും, പരസ്പരം സപ്പോർട്ടായിട്ട് നിൽക്കണം, ഒന്ന് ഡൗൺ ആവുമ്പോഴേക്കും ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളായിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ലൈഫിലേക്ക് കടന്നിട്ടുണ്ടാവുക. പക്ഷെ ഒരു NPD ഉള്ള ആള് ഇങ്ങനെ സെക്ഷൽ നാർസിസം ത്തിന്റെ ഒരു ബിഹേവിയർ പാറ്റേൺ കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ പറഞ്ഞ ഇമോഷണൽ കണക്ഷനോ പേഴ്സണൽ കണക്ഷനോ ഒന്നും ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആളെ സംബന്ധിച്ച് ആളുടെ ലൈഫ് ഉണ്ടായത് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഫീലാണ് ആൾക്ക് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരുമ്പോഴേക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്താണോ അവരുടെ ആവശ്യം അതൊന്നും ഇവര് ഒന്ന് അറിയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനോ ഇവർ അതിന് സമയം എടുക്കാറില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഇമോഷണൽ കണക്ഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ കണക്ഷൻസിനൊന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇവർക്ക് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് സെക്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് സെക്സ് ആണ് ഇവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന കാര്യം. ഇമോഷണൽ കണക്ഷനോ പേഴ്സണൽ കണക്ഷനോ ഒന്നല്ല ഇവര് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. പകരം ഇതാണ് ഈ ഒരു ലൈഫിന്റെ തന്നെ മെയിൻ ആസ്പെക്ട് എന്നാണ് ഇവർ മനസ്സിലാക്കുക. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവരുടെ പാർട്ട്ണർ സഫർ ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കാനായിട്ട് ഇവര് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇവര് സ്പെൻഡ് ചെയ്യാറായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ ഉള്ളതാണ് സെക്ഷൽ കമ്പൽസിവിറ്റി. അപ്പോ ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു അർജ് ആയിരിക്കും. ഇപ്പൊ സെക്സ് വേണം എന്നുള്ളതിന് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു അർജ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതിപ്പോ ഒരു മറ്റേ ആൾക്ക് ഹാം ആകോ അല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമാകോ എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ച് ഒരു ഇഷ്യൂവേ അല്ല. ആള് പാർട്ട്ണർ എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്റെ കാര്യം നടക്കണം, എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്റെ അൺകൺട്രോളബിൾ ആണ്, അതിപ്പോ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്ന സമയം അങ്ങനെ വരാൻ പാടുള്ളൂ എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ഒരു സെക്ഷൽ കമ്പൽസിവിറ്റിയിൽ ഉള്ളത്. ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നൊരു കേസാണ്, ആള് ജോലിക്ക് പോവില്ല. അപ്പൊ ജോലിക്ക് പോവാതെ വൈഫ് ഇവര് ഡിവോഴ്സ്ഡ് ആയി. അപ്പൊ വൈഫ് അതിനുശേഷമാണ് ആള് കൗൺസിലിംഗ് ഒക്കെ എടുത്തത്. അപ്പൊ വൈഫ് പറഞ്ഞൊരു കാര്യമാണ് ഈ എക്സ് ഹസ്ബൻഡ് ആള്
ജോലിക്കൊന്നും പോവില്ല. ആൾ ഇതുപോലത്തെ ആക്ട്സിൽ മാത്രമാണ് എൻഗേജ്ഡ് ആയിക്കൊണ്ടിരുന്നത്. അതും ആളെ ഹാം ചെയ്തിട്ടും അതുപോലെ അത്രയും ക്രൂരതയോട് കൂടിയിട്ടാണ് ആള് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ആളുടെ ജോലി പോയി, അവർക്ക് ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ ഇതൊക്കെ ഈ ഒരു സെക്ഷൽ കമ്പൽസിവിറ്റി കൊണ്ടായിരുന്നു. ഇപ്പോ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ഫ്ലേർട്ട് ചെയ്യാനൊക്കെയുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും കുറച്ചു പേരുടെ നമ്പറൊക്കെ ഒപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ചു പേരിങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അവരെ കണ്ട് ആസ്വദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവരുടെ ഒരു സെക്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഷ്വൽ ആയിട്ട്, ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് ഇവര് ആ ഒരു ഇതിനെ കാണുന്നത്. ഒരു മീനിങ്ലെസ് ആക്ട് ആയിട്ടും കൂടിയാണ് ഇവർ ഇതിനെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കമ്മിറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവര് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവര് അങ്ങനെ ഒരു ആക്ടിൽ ഏർപ്പെട്ടതിന് ശേഷം പറയാ, എനിക്കങ്ങനെ എനിക്ക് നിന്നോട് എന്താ, എനിക്ക് നിന്നോടൊന്നുമില്ല, നീ വൈഫാണ് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ നീ ഹസ്ബൻഡ് ആണ് അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് നീ ആയിട്ടില്ല എന്നുള്ളത് ഇവര് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചില ആളുകളോട് നമുക്ക് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഒരു ഇമോഷണൽ ഡെപ്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നതിന് ശേഷവും ഇവര് തമ്മിൽ എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. അപ്പൊ ആളെ സംബന്ധിച്ച് ആൾക്കൊരു എല്ലാം എന്തൊരു മീനിങ്ലെസ് എന്തോ ചെയ്യുന്നു, ആ ഒരു ഫീല് മാത്രമാണ് ആ ഒരു പാർട്ട്ണറിന് ഉണ്ടാവുക. പക്ഷെ കൂടെയുള്ള പാർട്ട്ണർ സഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾക്കത് ഹേർട്ട് ആവുന്നുണ്ടെന്നോ ആൾക്ക് ഇമോഷണലി ആൾക്ക് പറ്റുന്നില്ല എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ച് ഇവര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെന്താ ഇരിക്കണേ, ഇതൊരു ഫൺ ആയിട്ട് എടുത്താൽ പോലും ഇതിലൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് വേണോ എന്നുള്ളതാണ് ചോദിക്കുക. ഇപ്പൊ മാരേജിന് മുന്നേ ആണെങ്കിലും ഇവര് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ അടുത്ത് പോവുകയും ഇതുപോലെ സെക്ഷൽ ആക്ട്സിൽ ഏർപ്പെടുകയും അതിനുശേഷം ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു പാർട്ട്ണറിന് ഇത് സീരിയസ് റിലേഷൻ ആവണം എന്നായിരിക്കും. പക്ഷെ ഇവര് പറയാ ഇതൊക്കെ ഒരു ഫൺ ആയിട്ടല്ല എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണോ എന്നുള്ളതായിരിക്കും ഇവർ പറയാം. അപ്പൊ അത് ഒരാളോടല്ല, ഇതേപോലെ പല ആളുകളോടും പല രീതിയിലുമായിരിക്കും ഇവര് സംസാരിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഇവര് കുറെ ആളുകളോട് കൂടി അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം ഇവർക്ക് എല്ലാവരുടെ അടുത്തുനിന്നും എന്ത് വേണം, ആ ഒരു വാലിഡേഷൻ വേണം. ഞാൻ സൂപ്പർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേരെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള ഒരു വാലിഡേഷൻ ഇവർക്ക് വേണം എന്നുള്ള ഒരു ഫീലാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴൊക്കെയാണോ ഇത് ആവശ്യമായിട്ട് വരിക, അവർക്ക് എപ്പോഴൊക്കെ ഒരു ഫിസിക്കൽ റിലേഷൻ ആവശ്യമായിട്ട് വരുന്നോ അപ്പോഴൊക്കെ ഇത് വേണം. അത് ആ പാർട്ട്ണറിന്റെ കൺസെന്റോ ഫീലിങ്ങോ അങ്ങനെയുള്ളതൊന്നും ഇവര് നോക്കില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫ്, അപ്പൊ ഹസ്ബൻഡ് NPD ആയിരുന്നു, വൈഫിന്റെ അച്ഛൻ മരണപ്പെട്ടു. ഓക്കെ, വൈഫിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് വൈഫ് അന്ന് ആ വീട്ടില് അറിയാലോ അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ്, മൊത്തത്തിൽ അവിടെ ആ ഒരു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്തും ഈ ഹസ്ബൻഡിന് ഈ ഒരു ഈ ഒരു സെക്ഷൽ ആക്ടിലേക്ക് ഏർപ്പെടണം എന്നുള്ള ഈ വൈഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് ഒരു വോയിസ് ഇല്ല അവിടെ. അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ഈ വൈഫ് ഇത് പറയുന്ന സമയം ആള് വൈഫിനോട് ദേഷ്യപ്പെടാനായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. കാരണം അവരെ സംബന്ധിച്ച് എപ്പോഴൊക്കെ ഇവർക്ക് ആവശ്യമാണോ അപ്പോഴൊക്കെ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ അതൊന്നും ഇവര് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും മാനിക്കുന്നില്ല. അപ്പൊ അച്ഛൻ മരണപ്പെട്ടിട്ട് വീണ്ടും ആ ഒരു ഇമോഷൻ പോലും മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അവരെ സംബന്ധിച്ച് അവർ ചില സമയങ്ങളിൽ കാണിക്കാറില്ല. അതുപോലെ അവര് നിർബന്ധിച്ചിട്ടും ആ ഒരു പാർട്ട്ണർ അവർക്ക് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോഴേക്കും ചിലപ്പോ അവര് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ആ രീതിയിലായിരിക്കും അവര് ചെയ്യുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ഏതെങ്കിലും ദിവസം മിക്ക NPD ഉള്ള ചില ആളുകൾ എങ്ങനെയാ പാർട്ട്നേഴ്സിനൊന്നും വാങ്ങി കൊടുക്കില്ല. ഇപ്പൊ അവർക്ക് ഒരു പനി വന്നാൽ പോലും ഒരു മരുന്ന് വാങ്ങി കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിലോട്ടായിരിക്കും. കാരണം ഇവരെ മാക്സിമം ഒറ്റപ്പെടുത്തി ഇവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സെക്ഷൽ നാർസിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അവർക്ക് വേണ്ട സകല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇത് വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലമായിട്ടാണ് ഇവർ ഈ ഒരു ഫിസിക്കൽ റിലേഷൻ വേണമെന്ന് പറയാം. അപ്പൊ ഇവരെ സംബന്ധിച്ച്
ഇവര് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റിവാർഡ് ആയിട്ട് ഇത് കിട്ടണം. അപ്പൊ എപ്പോ കൊടുക്കുന്നു, എപ്പോഴാണോ ഒരു സാധനം വാങ്ങി കൊടുക്കുക, അപ്പൊ അവർക്ക് അത് റിവാർഡ് ആയിട്ടാണ് കിട്ടണം എന്നുള്ളതാണ് ഇവർക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഞാൻ ഇതിന് ഡിസേർവ് ആണ്, എന്തുകൊണ്ട് അവൾ എനിക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ പാർട്ട്ണർ എനിക്കിത് നൽകാതിരിക്കണം. ഓക്കെ, അച്ഛൻ മരിച്ചു, ഓക്കെ അച്ഛൻ മരിച്ചു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, അച്ഛൻ മരിച്ചാള് എഴുന്നേറ്റൊന്നും വരാൻ പോണില്ല, ആള് മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ട് അതിനു വേണ്ടി പ്രഷറൈസ് ചെയ്യുക. ആ പാർട്ട്ണറുടെ ഒരു ഫീലിങ്സിന് പോലും ഇമോഷണലി ഒന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് സെക്ഷുവൽ മാനിപ്പുലേഷൻ എന്നാണ് പറയാ. അപ്പോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഗെയിന് വേണ്ടി, അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സെക്സിനെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സെക്ഷൽ ഫേവേഴ്സ് ചെയ്തു കൊടുക്കും, അവരുടെ ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ വേറൊരു ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഞാൻ ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ ആക്സിലേക്ക് കടക്കുന്ന ആളുകളും ഉണ്ട്. ഈ ഒരു സെക്ഷൽ നാർസിസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ, കാരണം അവരൊരിക്കലും ഒരു പാർട്ട്ണറിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ വേണം, എന്നാലാണ് അവർക്ക് ആ ഒരു വാലിഡേഷൻ കിട്ടുള്ളൂ. ഇവർ ഒരു പാർട്ട്ണറിൽ ഒതുങ്ങുമ്പോൾ ഇവരുടെ വിചാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാർട്ട്ണറുടെ അടുത്താണല്ലോ നിൽക്കുന്നത്, അപ്പൊ ആ പാർട്ട്ണർ മാത്രമേ എന്റെ ഇത് അറിയുന്നുള്ളൂ. ഇപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് പോയാലാണ് അവരുടെ അടുത്ത് നിന്ന് എനിക്ക് വാലിഡേഷൻ കിട്ടുള്ളൂ, അവരും അറിയുള്ളൂ ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര കഴിവാണ് എന്നൊക്കെ ഉള്ളത് അവരപ്പോഴേ അറിയുള്ളൂ എന്നാണ് ഇവര് പറയുന്ന കാര്യം. ഓക്കെ, പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞ പോലെ അവിടെ ഒരു ട്രോമ ബോണ്ടിങ് വന്നിട്ടുണ്ടാവും അല്ലെ. അവര് ചിലപ്പോ അവർക്ക് തന്നെ അറിയാം പാർട്ട്ണർ ചീറ്റ് ചെയ്യാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവരെന്ത് ചെയ്യും, ചിലപ്പോ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ മനഃപൂർവ്വമായിട്ട് പറയും, അതങ്ങനെയൊന്നല്ല, അത് മാറിപ്പോയിക്കോളും, അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനെ വിചാരിച്ചത് കൊണ്ടല്ല, അല്ലാണ്ട് സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നവും എന്റെ തോന്നലാണ്. പക്ഷെ ആക്ച്വലി അതുണ്ട്. പക്ഷെ മനസ്സിനോട് നമ്മൾ തന്നെ അതിങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ പാർട്ട്നേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു തരം ഒരു ട്രോമ ബോണ്ടിങ് ആണ് അല്ലെ. അവർക്ക് വിട്ടിട്ട് പോണോന്നും അറിയില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണോന്നും അറിയില്ല. അപ്പൊ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും ഇവർക്ക് ഇവരിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. കാരണം വേറെ ആരുടെ അടുത്ത് പോയി വന്നാലും ചിലപ്പോ ഒന്ന് അറിയാലോ, അവര് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒന്ന് കരഞ്ഞൊക്കെ കാണിക്കുന്ന സമയം ഇവര് ഇനി പോവില്ല, എന്റെ പാർട്ട്ണർ ഇപ്പൊ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം പക്ഷെ അതൊരിക്കലും അവരൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, ചിലപ്പോ പുറത്തുനിന്ന് അവര് ആ സിറ്റുവേഷനിൽ വന്നിട്ട് പോലും ഇവരിത് ഒരാളോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ പാർട്ട്നേഴ്സും സഫർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെക്ഷൽ എബിലിറ്റി ആണ് ഇവരുടെ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്. അപ്പോ ഇതിൽ ഇവര് വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ആരെ സംബന്ധിച്ച്, ഇപ്പൊ ഞാൻ ഏതൊരാളുടെ കൂടെ പോയാലും ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, വേറൊരാൾക്കും ഇതേപോലുള്ള കഴിവുകളില്ല, ഞാനാണ് ഏറ്റവും അടിപൊളി, അല്ലെങ്കിൽ എന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത്, എന്നെ പോലെ ചെയ്യാനായിട്ട് ഒരാൾക്കും ഇവിടെ സാധ്യമല്ല എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഇവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോ അതില് ഇവര് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ചിലപ്പോ ഇവരുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് പറയുന്ന കേൾക്കാം, ഇവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇതാണ്, ഞാൻ ഭയങ്കര പെർഫോമൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവര് ചിലപ്പോ സംസാരിക്കുക. അതുപോലെ പാർട്ട്ണറിന് എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ പ്രിഫറൻസസോ ഡിസയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരാണ് ഏറ്റവും പെർഫെക്റ്റ്. അപ്പൊ വേറൊരാള് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവും ഇവരെ സംബന്ധിച്ചില്ല.
ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ ഇവരെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ഓക്കെ, പിന്നെ അതുപോലെ ഇവർക്ക് ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു ഇമോഷണൽ ഇന്റിമസി എന്നുണ്ടാവില്ല. ഒരു ഫിസിക്കൽ റിലേഷൻ കഴിയുന്ന സമയത്ത് ഉള്ള ഒരു ഇമോഷണൽ ഇന്റിമസി ഒന്നും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഉണ്ടാവാറില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് സെക്ഷൽ ബോർഡം ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് റെഗുലർ ആയിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസസ് കാരണം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇത് മാത്രം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൽ ബോർഡം ആണ്. അപ്പോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സെക്ഷൽ എക്സ്പീരിയൻസസ്, റെഗുലർ ആയിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസസ് കാരണം തന്നെ ഇവർ അതിനോടുള്ള ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഇതൊരിക്കലും ഈ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലോട്ടും പോകേണ്ട ആവശ്യമില്ല. അത് നോ ലോങ്ങർ എക്സൈറ്റിംഗ് ആണ്, അങ്ങനെയുള്ള ഫീലുകളായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് തുടങ്ങി കഴിയുമ്പോഴേക്കും എങ്ങനെയാന്ന് വെച്ചാൽ അത്രയും നാള് അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു കുറച്ച് നാളുണ്ടായിരുന്ന അറിയാലോ, ഫസ്റ്റ് തന്നെ ഇവരിങ്ങനെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യും, അല്ലെങ്കിൽ ലവ് ബോംബിങ് ചെയ്യും, പല കാര്യങ്ങളും ഇവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തുടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി അവർ ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. നിന്നെ കണ്ടില്ലേ, നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ, നേരത്തെ നീ അങ്ങനെ ഇരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പൊ നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പതുക്കെ ഇവരോടുള്ള ആ ഒരു എന്താ പറയാ, ഈ ഒരു ആക്ടിനോടുള്ള ഡിസാറ്റിസ്ഫാക്ഷനും അവരോടുള്ള ഒരു വെറുപ്പ്, ഇതൊക്കെയാണ് പുറമെ അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതിങ്ങനെ കോൺസ്റ്റന്റ്ലി കേട്ടോണ്ടിരിക്കണം. അപ്പൊ ഒറ്റൊരു ദിവസം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിർത്തുന്നില്ല, ഇവരിത് കോൺസ്റ്റന്റ്ലി എല്ലാ ദിവസവും എല്ലാ നേരവും ഇതേപോലെ തന്നെ അവരുടെ പാർട്ട്ണറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പാർട്ട്ണറിനെ, ഇപ്പൊ ഇവര് നോക്കുന്ന കാര്യം ഇവരായിട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം എല്ലാരും പറയുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ പാർട്ട്ണറിനെ ഇങ്ങനെ പറഞ്ഞ് പാർട്ട്ണറിനെ തന്നെ സ്വയമേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ സെക്ഷൽ സെൻസേഷൻ സീക്കിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസസിനോടായിരിക്കും താല്പര്യം കൂടുതൽ. അപ്പോ ഇതില് ഈ പറഞ്ഞ പോലെ പാർട്ട്ണറുടെ ഡിസ്കംഫോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇവര് നോക്കില്ല. അപ്പോ പാർട്ട്ണർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ച ഒരു വിഷയമല്ല. ഇവർക്ക് ഒരു റിസ്കി ആയിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസസിനോടാണ് താല്പര്യം. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ചില ആളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ചിലപ്പോൾ പോൺ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം അവരുടെ പാർട്ട്ണറുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അതിലെന്താണോ ഉള്ളത് സെയിം അതേ രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് ആക്ട് ചെയ്യണം എന്നുള്ള ഇതായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും പാർട്ട്ണർ ഒരുപാട് അവർക്ക് ഇമോഷണൽ ആയിട്ടും ഫിസിക്കലായിട്ടൊക്കെ ഒരുപാട് ട്രോമാസ് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ ആളെ സംബന്ധിച്ച് എങ്ങനെയാ, അവർക്ക് ഏറ്റവും റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ളതുണ്ടോ അത്, പക്ഷെ ആ ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും മറ്റു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആളിപ്പോ ഓക്കെ ആണോ, ആൾക്ക് അങ്ങനെ അവർക്ക് തമ്മിലുള്ള ഒരു ബൗണ്ടറി ഉണ്ടോ, ഇതൊന്നും നോക്കാതെ തന്നെ ആയിരിക്കും ഇവർക്ക് എന്ത് വേണ്ടത്, ഈ ഇതുപോലെയുള്ള റിസ്കി ആയിട്ടുള്ള എക്സ്പീരിയൻസസ് വേണമെന്ന് തോന്നുന്നത്. പിന്നെ പോണോഗ്രഫി യൂസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NPD-യിലെ കുറെ പേർക്കെങ്കിലും ഈ ഒരു അഡിക്ഷൻ ആയിട്ട് തന്നെ പോൺ വീഡിയോസ് ഉണ്ടാവാറുണ്ട്. പോൺ വീഡിയോ അഡിക്റ്റ് ആയിരിക്കും. അതുപോലെ ഒരു കല്യാണം കഴിയുന്ന സമയത്താണെങ്കിൽ പോലും പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും അവര് സ്ഥിരം ഈ പോൺ വീഡിയോ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ഈവൻ അവരുടെ ഒരു ഫാമിലിയിൽ വന്ന ആൾക്ക് ആ ഒരു കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ പാർട്ട്ണർ കൂടി ഉണ്ടായിട്ടും ആളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കൂടി കഴിയുമ്പോഴും എന്തായി, ആ ഒരു പാർട്ട്ണറായിട്ട് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവും അല്ലെ. പാർട്ട്ണറിനോട് ആളുടെ പറ്റി സംസാരിക്കുക, ശരിക്കും പറഞ്ഞാൽ പാർട്ട്ണറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് അറിയണം എന്നില്ല. കാരണം അവരുടേതായ വേൾഡിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ പോകുന്നവരായിരിക്കും. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ച്
അവര് ഇതാണ് ഇപ്പൊ എല്ലാ ദിവസവും ഈ ഒരു ഫോൺ വീഡിയോ കാണണം എന്നുള്ളതിനായിരിക്കും ഇവർ പ്രിഫറൻസ് കൊടുക്കുക. രാവിലെ ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇപ്പോ ഫുഡ് ഐറ്റംസ് എന്തൊക്കെ വാങ്ങണം, അങ്ങനെ അതൊക്കെ ഡെയിലി ഇതിലുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം രാവിലെ എന്നിട്ട് തന്നെ ഈ ഒരു ഫോൺ വീഡിയോസ് കാണുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങള്. പിന്നെ വേറെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കാണും, പക്ഷെ അവര് ഹൈഡ് ചെയ്തിട്ടായിരിക്കും കാണാം. മറ്റേ പാർട്ട്ണർ അറിയരുത് എന്ന് പറഞ്ഞ് കാണും. പക്ഷെ അവർക്ക് സംബന്ധിച്ച് എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഇന്റിമേറ്റ് മൊമെന്റ്സ് വരുന്ന സമയത്ത് ആൾക്ക് ആ രീതിയിലുള്ള തോട്ട്സ് ഒന്നും ഈ ഒരു പാർട്ട്ണറായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോ അങ്ങനെ സംബന്ധിച്ച് വരുമ്പോഴേക്കും അവിടെയും ആ ഒരു പാർട്ട്ണർ തന്നെയാണ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇതുപോലെ കുറെ അധികം സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും. ജസ്റ്റ് ഒരാളിലല്ല, 2 or 3 ആളുകളായിട്ടായിരിക്കും ഇവരുണ്ടാവുക. പിന്നെ സെക്ഷുവൽ അഗ്രഷൻ ആണ്. അപ്പൊ ഇതിൽ അവര് ഫോഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് മറ്റൊരാളില് എല്ലാവരും അവരെ ഒഴിവാക്കണം, ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു പേരിനെ തന്നെ മോശപ്പെട്ട രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ചില ആളുകള് ഈ ഒരു സെക്ഷൽ അഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തില്ല എന്നാണെങ്കിൽ മാക്സിമം ഇവരെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒറ്റപ്പെടുത്തുക. അപ്പൊ അതിന് ഏത് മീൻസും ഇവര് തെരഞ്ഞെടുക്കാനായിട്ട് റെഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമേ ഇവര് ആ ഒരു പാർട്ട്ണറിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോ പാർട്ട്ണർ പറയാണ് ഇപ്പൊ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം തന്നെ ഈ ഒരു സെക്ഷൽ നാർസിസം ഉള്ള ബിഹേവിയർ ഉള്ള ഒരാളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷെ നിനക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അവരിങ്ങനെ കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരെ സംബന്ധിച്ച് അവർ പറയാം. ഇല്ലെങ്കിൽ പിന്നെ പറയും നമുക്കതൊന്നും ചോദിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞു തരേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ക്ലാസ് ആയിരിക്കും. അല്ലെങ്കിൽ അത് ഒരു സൈഡ്. രണ്ടാമതെന്ന് പറഞ്ഞൊരു ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങും. ഇവരെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളാണ്, ഇവരുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ റെക്കോർഡ് ചെയ്യുക. ചിലപ്പോൾ അത് പാർട്ട്ണർ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല, പാർട്ട്ണർ അറിയാതെയും ഇവരിത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവരിത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണറിനെ ത്രെട്ടൻ ചെയ്യാനായിരിക്കും. ചിലപ്പോ പാർട്ട്ണർ ചിലപ്പോ ഈ ആളുടെ ഫാമിലിയിൽ ആരോടെങ്കിലോ ആ ഒരു ആളുടെ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ എന്തൊക്കെയോ ഒരു പ്രോബ്ലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ ഒരു സമയം വരെ. അപ്പൊ ഇതൊക്കെ ആൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ ആള് കറക്റ്റ് ആയിട്ട് നോക്കി എല്ലാം റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുന്നുണ്ടാവും. അപ്പൊ ആളെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് ടൈം എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നമുക്ക് ഈ പാർട്ട്ണറിനെ ത്രെട്ടൻ ചെയ്യാനായിട്ടായിരിക്കും അവര് ഉപയോഗിക്കുക. ചില സമയങ്ങളില് അവര് വിചാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു സെക്ഷൽ ആക്ട് കിട്ടാതെ ആവുമ്പോഴേക്കും അവര് ആൽക്കഹോളോ മറ്റെന്ത് ഇത് ആണെങ്കിലും കൊടുത്ത് ആ ഒരു പാർട്ട്ണറിനെ കുറച്ചു നേരത്തേക്ക് ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഡ്രിങ്ക്സ് കുടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ എന്ത് തരത്തിലുള്ള ഡിസ്കംഫോർട്ടോ അല്ലെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്താൽ പോലും ആ സമയങ്ങളിൽ ഇവരെ ദേഷ്യം വന്നിട്ട് ആ സമയത്ത് എന്താണോ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇവർ ഉപദ്രവിക്കുക, അത് കണ്ട് ആസ്വദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. പക്ഷെ അതിൽ നിന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണല്ലോ, എന്നെ സുപ്പീരിയർ ആയിട്ട് കാണാം, എന്തുകൊണ്ട് എന്നോട് നോ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇവർ കേൾക്കാതിരിക്കുന്നു, ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്ന ആള്. ആ ഒരു ഫീലാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും മുകളില് ഉണ്ടാവാം. പിന്നെ ലോ ലെവൽ ഓഫ് ഇമോഷണൽ ഇന്റിമസി ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട്ണറുടെ ഫീലിങ്സിനൊന്നും കെയർ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ പാർട്ട്ണറിന്റെ കൂടെ എല്ലാ ദിവസവും ഈ ഒരു ഫിസിക്കൽ റിലേഷൻ വേണം എന്നുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് പാർട്ട്ണർ ഒരു ദിവസം പനിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ ആളൊന്ന് മരുന്നിന് കൊണ്ടുപോകാനോ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കാനോ മെഡിസിൻ വാങ്ങിക്കൊടുക്കാനോ, ഇല്ലെങ്കിൽ ആള് പഠിക്കുകയാണ് എക്സാം ഒക്കെ ആണെങ്കിൽ അതിനുള്ള ബുക്സ് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ എക്സാം സെന്ററിൽ കൊണ്ടാക്കാനോ, അങ്ങനെ ആളുടെ എന്തെങ്കിലും ഒരു വെൽബീയിങ്ങിനുള്ള കാര്യങ്ങളൊന്നും ഇവർ സപ്പോർട്ട് ചെയ്യില്ല. ആൾക്ക് വേണ്ടതാകെ ഈ ഒരു ഫിസിക്കൽ റിലേഷൻ, അത് കഴിഞ്ഞു. അത് ആ കഴിയുന്ന സമയം വരെ മാത്രമേ ഉള്ളൂ. അതിന് ആ ഒരു അത് കഴിഞ്ഞിട്ടുള്ള ടൈം മുതൽ ആ ഒരു കണക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെ ആരായിട്ടുണ്ടാവില്ല, ഈ ഒരു പാർട്ട്ണറായിട്ട് ഇവർക്ക് ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സാധാരണയായിട്ട് സെക്ഷൽ നാർസിസത്തിൽ കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ NPDയില് സാധാരണ നമ്മൾ പറയാറ് ഒവേർട്ടും കവേർട്ട് നാർസിസിസ്റ്റ് ആണ് ഉണ്ടാവാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്ഷൽ നാർസിസത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ ഈ ആളുകളിൽ ഉണ്ടാവും. പക്ഷെ അവര് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒവേർട്ട് നാർസിസിസ്റ്റ് എങ്ങനെയാണ് ഇത് പുറമെ എങ്ങനെ കാണിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഓപ്പൺലി അവർ ഡിസ്പ്ലേ ചെയ്യും അവരുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ അവര് ഓപ്പൺലി ആണ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, അവര് തന്നെ വന്നിരുന്നിട്ട് അവര് തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ഇല്ലാത്തതും പറയാ, ഇല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആളുകളെ സഹായിക്കുന്നത് പോലെ കാണിക്കുക. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ഇവർ ഇങ്ങനെ സെൽഫ് പോസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഈ ഓവേർട്ട് നാർസിസത്തിൽ വരിക. നേരെ മറിച്ച് കവേർട്ട് നാർസിസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അങ്ങനെ പുറമേ കാണിക്കില്ല, നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ കൂടെ ജീവിക്കുന്നവർക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. പുറമേ നോക്കുമ്പോഴേക്കും അവര് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്ക് എന്താ പ്രശ്നം, ഈ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ആ കൂടെയുള്ള ആൾക്കാണ് മനസ്സിലാക്കാൻ പറ്റുക ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട്ണർ പോലും അറിയാതെ ആക്ച്വലി ആളെ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ആള് ഇവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊക്കെ ഇവര് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒവേർട്ട് നാർസിസിസ്റ്റില് ഈ പുറമെ ഡിസ്പ്ലേ ചെയ്യുന്ന നാർസിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒവേർട്ട് നാർസിസിസ്റ്റ് ഇതെങ്ങനെയാണ് പുറമെ പ്രകടിപ്പിക്കാന്നുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഏറ്റവും കൂടുതൽ ഇവർ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് തന്നെ ചിലപ്പോൾ തോന്നും ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇവൾ എന്താ ഇങ്ങനെ സംസാരിക്കണേ എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടാവും. കാരണം ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും എനിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ചിലപ്പോ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ ചിലപ്പോ പറഞ്ഞെന്നിരിക്കും എനിക്ക് ഇന്നൊരാൾ ഇഷ്ടമായിരുന്നു പക്ഷെ ആൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ആള് പറയും അത് നീ ആയതുകൊണ്ടാണ്, പക്ഷെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആരും നിൽക്കില്ല, കാരണം ഞാൻ അത്രയും പെർഫെക്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കാനും അതുപോലെ ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആരെ വേണമെങ്കിലും കിട്ടും എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സാധാരണയായിട്ട് നോക്കിയാൽ ഇവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ തന്നെയും ഇവർ ഈ ഒരു വാചകം ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ വേറൊരാള് ഒരു കല്യാണം നോക്കുകയാണ്, കല്യാണം നോക്കിയിട്ട് അത് കല്യാണം ശരിയാവുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ തന്നെ ഇവർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ ആയതുകൊണ്ടാണ്, ഞാനാണെങ്കിൽ ഇങ്ങനെ നടത്തുക. അപ്പോ ആ കൂടെയുള്ള ആളുടെ അവരൊന്ന് ഡിഫെയിം ചെയ്യുക, ആ ഒരു രീതിയിലും കൂടിയിട്ട് ഇവര് നോക്കും. അപ്പൊ അവരിങ്ങനെ പറയുന്ന സമയം അത് കേൾക്കും, ഇവരിത് പറയും, കുറച്ചങ്ങ് മാറിക്കഴിയുമ്പോഴേക്കും എന്റെ ആ ഒരു ആളില്ലേ അയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഡിഫെയിം ചെയ്യാനായിട്ടും ഇവര് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം വരെ ഇതൊക്കെ പുറമെ ഇവര് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോ ഓവേർട്ട് നാർസിസിസ്റ്റ് ആവുമ്പോഴേക്കും കവേർട്ട് അത്രയും ഇല്ല, പക്ഷെ ഓവേർട്ട് ആവുമ്പോഴേക്കും അവര് പുറമെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അതുപോലെ അവരുടെ പ്രയോറിറ്റീസ് ആയിരിക്കണം ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്, അല്ലാതെ അവരുടെ പാർട്ട്ണറിന്റെ അല്ല എന്നുള്ള ഒരു ഇത് അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവുക, ഫ്രസ്ട്രേറ്റഡ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവര് പ്രഷർ യൂസ് ചെയ്യും, ഓക്കെ, അവര് ഫോഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോ മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഫോഴ്സ്ഫുള്ളി ഒരു സെക്ഷൽ ആക്ടില് നേരിടുന്നത് അതൊരു സെക്ഷൽ റേപ്പ് തന്നെയാണ് അല്ലെ, മാരിറ്റൽ റേപ്പ് ആണ്. അപ്പോ അങ്ങനെ വരെയും ഇവര് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് എംപതി ആണ്, അതുപോലെ പാർട്ട്ണറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളത്. എംപതി എന്ന് പറഞ്ഞ ഒരു സാധനം ഇവരുടെ അടുത്തുകൂടി പോലും പോയിട്ടുണ്ടാവില്ല. ഒരാളിപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ പോലും, ആള് വിശന്നിരിക്കുകയാണെങ്കിൽ പോലും ഇവര് ചിലപ്പോ ഇവരുടെ കാര്യം ഏറ്റവും ആദ്യം നടക്കണം. കൂടെയുള്ള ആള് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളതും ഒന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവര് നോട്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവര് അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇവര് കൊടുക്കാറില്ല. ഓക്കെ, അപ്പൊ ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ടിന്റെ സമയത്താണെങ്കിൽ പോലും ആ ഒരു ഫിസിക്കൽ നീഡ്സോ അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സോ ഇതിനൊന്നും ഇവരെന്ത് ചെയ്യില്ല, ഇവര് നോക്കില്ല. ഇപ്പൊ ചിലപ്പോ ആ ഒരു സമയം ആൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ
അതങ്ങനെ ഇരുന്നോട്ടെ, അതിലൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ആള് കരയാണോ, ആൾക്ക് എന്താ ഇമോഷൻ, ഇതൊന്നും അവര് മനസ്സിലാക്കാനായിട്ട് നിൽക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സിന് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തള്ളിവിടാനും ഇവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് അങ്ങനെ ഒരു ഫീലിംഗും കൂടി ഉണ്ടാവും. ഓക്കെ, ചിലപ്പോ ഇത് ഇവരോട് തന്നെ അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാനായിരിക്കാം. ഇല്ലെങ്കിൽ ഇവര് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇവരിങ്ങനെ ഫാന്റസി ഒരു വേൾഡിലായിരിക്കും ചില ആളുകൾ. അപ്പൊ അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ നീ ഇനി എന്റെ ഫ്രണ്ടിന്റെ കൂടെ കുറച്ചു നേരം അങ്ങനെ പോണം, അല്ലെങ്കിൽ ഇങ്ങനെ പോണം, ഈ ഒരു സ്ഥലത്ത് ചെല്ലണം, ആ രീതിയിലൊക്കെ പാർട്ട്നേഴ്സിന് ഇവര് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോ ഈ സമയത്ത് അവരെന്ത് ചെയ്യും, ത്രെട്ടൻ ചെയ്യാനും മടിക്കില്ല. അപ്പൊ ത്രെട്ടൻ ചെയ്തുകൊണ്ടായിരിക്കും ഇവരിതിങ്ങനെ പറയാ. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയുമ്പോൾ ലൈറ്റ് ആണെങ്കിലും ഇത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഒട്ടും താങ്ങാൻ പറ്റില്ലപ്പുറം. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അതിന് രക്ഷപ്പെടാന്നുള്ളതും അവർക്ക് ചിലപ്പോ അറിയാൻ കഴിയുന്നുണ്ടാവില്ല. ഞാൻ ഇത് എങ്ങനെ ഇതിന് പുറത്തേക്ക് വരും എന്നുള്ളത് അറിയാൻ പറ്റാതെയും അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കായിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ആളുകൾ തന്നെ ഈ ഒരു അവർക്കുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഓക്കെ ആ ഒരു പാർട്ട്ണർ ആളുടെ മാക്സിമം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവര് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഇവര് ഒരു വേറൊരാളെ പറ്റിയിട്ട് സെക്ഷലി പറയുന്ന സമയം പാർട്ട്ണർ കേട്ടിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും നിർബന്ധങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. അത് കേൾക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ ഇവര് ഒരു വേറൊരു പെൺകുട്ടീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെ പറ്റിയൊക്കെ പറയുന്ന സമയം ഈ പാർട്ട്ണർ അതിനോട് റിയാക്ട് ചെയ്യാണ്. പാർട്ട്ണർ പറയാൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം, ബന്ധം അവസാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഇവരെ ത്രെട്ടൻ ചെയ്യാനായിട്ട് തുടങ്ങുക. ആ ഒരു പാർട്ട്ണറിന് ഏറ്റവും പേടി എന്താണോ ഇതൊക്കെ അവര് നേരത്തെ കൂട്ടി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ പേടിയൊക്കെ തന്നെ ഫേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേടിയിലേക്ക് തന്നെ ആ പേടി കൂട്ടാനായിട്ട് നോക്കുക. മാക്സിമം ആ ഒരു പാർട്ട്ണറിന്റെ പാരന്റ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ലാതെ അവരെ മാക്സിമം അവർ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ത്രെട്ടനിങ്ങിന്റെ ഇത് ഉപയോഗിക്കുള്ളൂ. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിൽ നിന്നൊക്കെ, അപ്പൊ ഇവര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരുടെ പാരന്റ്സിനെ വിളിച്ചിട്ട് ചിലപ്പോ ഈ ആള് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പാരന്റ്സ് ചിലപ്പോ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടാവാം. ഇതൊന്നും ഈ ഒരു പാർട്ട്ണർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം ഫസ്റ്റ് ആയിട്ട് തന്നെ ഇവര് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. ചിലപ്പോ ഈ ഒരു പാർട്ട്ണറും വേറൊരു ഫാമിലി മെമ്പർ ആയിട്ട് അത്യാവശ്യം ക്ലോസ് ആണ്, ഇവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഈ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർക്കാണല്ലോ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഇന്ന ആള് നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ നിന്റെ പാർട്ട്ണർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ആ രീതിയിൽ സംസാരിച്ച് പതുക്കെ എന്ത് ചെയ്യും, ഇവരും അവരുമായിട്ട് വഴക്കുണ്ടാക്കി ഐസൊലേറ്റ് ചെയ്തതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുള്ളൂ ഈ രീതിയിലുള്ള ത്രെഡ്സ് ഉപയോഗിക്കുക. അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഒരാളോടൊരു ഫീലിങ്സ് തോന്നിക്കഴിഞ്ഞാൽ അത് ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ഇവരും അത് ആസ്വദിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ ചില കാര്യങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ട് ഇഷ്ടപ്പെടാതെ വരുമ്പോഴേക്കും അതിനൊരു പണിഷ്മെന്റ് ആയിട്ട് ഈ ഒരു ഫിസിക്കൽ ഇത് അല്ലെങ്കിൽ ഒരു സെക്സിന് ഉപയോഗിക്കാനായിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ പാർട്ട്ണർ ഒരു കാര്യം ആൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു. അപ്പൊ ആൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആള് പഠിച്ചതായിരിക്കാം, പാർട്ട്ണർ ചിലപ്പോ എക്സാമിന് കുറച്ചു നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവാം. ഇതായിരിക്കാം മേ ബി ഇവരെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്ത കാര്യം. അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് എന്ന നിലയ്ക്ക് വരെ ഇവരെന്ത് ചെയ്യും, ഈ ഒരു സെക്സിന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ഓക്കെ 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 സർ. അപ്പോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ, പണിഷ് ചെയ്യും പാർട്ട്ണറിനെ ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യും. അപ്പോ അതില് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആള് ഒരു ക്യാമ്പിന്റെ ഇടയിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്, അതല്ലാതെ പേഴ്സണൽ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ക്യാമ്പിന്റെ ഇതിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പൊ ആൾക്ക് കുറെ സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു. അതില് ആള് പറഞ്ഞ കാര്യമാണ്, ആള് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആള് കല്യാണം കഴിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈ പ്രൊഫഷണൽ ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ ആള് പറയുന്ന കാര്യം, ഞാൻ ഇതെന്താണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്താണ് ഈ ഫിസിക്കൽ റിലേഷൻ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ
ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആൾക്ക് എക്സാമിന്റെ സമയത്ത് ആൾ ഇതുപോലെ പഠിക്കുമായിരുന്നു. ഇപ്പോഴേ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ആള് ഏജ്ഡ് ആണ്. കുറെ നാളുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യം ഇപ്പോ ഷെയർ ചെയ്തതാണ് കേട്ടോ. അവര് നമ്മളോട് ഷെയർ ചെയ്തതാണ്. അപ്പൊ പറഞ്ഞത് ഇതൊരു പണിഷ്മെന്റ് ആയിട്ടാണ് ആൾ എനിക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ പണിഷ്മെന്റ് ചെയ്ത് കുറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചു. അപ്പൊ ആള് 53 വയസ്സ്, 53, 54 വയസ്സായി. ഇപ്പോഴാണ് ആൾ എന്നിട്ട് സെപ്പറേറ്റഡ് ആയത്. ഇത്രയും നാൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് ആള് സെപ്പറേറ്റഡ് ആയിട്ട് ആള് പറയുന്നത് ഇപ്പോഴാണ് ഞാനൊന്ന് ഉറങ്ങുന്നത്, ഇപ്പോഴാണ് രാത്രി ഞാനൊന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത്. കാരണം ബാക്കി എല്ലാ ദിവസങ്ങളിലും ആള് പേടിച്ചാണ് വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറയുന്നുണ്ട്, കുറെ നാൾക്ക് മുന്നേ എനിക്ക് തോന്നി ഇതെല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം നിർത്തിയിട്ട് പോവാ. കുട്ടികളുണ്ട്, കുട്ടികളെയും കൊണ്ട് പോവാ. പക്ഷെ ഇവർക്ക് പോവാനായിട്ടൊരു സ്ഥലമില്ല. ആള് ഓൾറെഡി നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മാരീഡ് ലൈഫിലേക്ക് വന്നതിന് ശേഷം NPD ഉള്ള ആളുകൾ ചിലവരങ്ങനെയാണല്ലോ, കൂടെയുള്ള പാർട്ട്നേഴ്സിനെ മാക്സിമം അവർക്ക് എത്ര കഴിവുണ്ടെങ്കിലും അതില്ല ഇല്ല 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 എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴേക്കും പാർട്ട്ണർക്ക് തന്നെ ഫീൽ ചെയ്യും എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ആ ഒരു രീതിയിലായിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ആള് പഠിച്ചതോ അല്ലെങ്കിൽ ആൾക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് പോലും ഇവര് മറന്നു പോവാണ്. അപ്പോ അത് ഇതുപോലെ ഒരു പണിഷ്മെന്റ് ആയിട്ടും ഇവരെന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സെക്സിന് ഉപയോഗിക്കാറുണ്ട്. പണിഷ്മെന്റ് ആണ്. ഓക്കെ, അതല്ലാതെ സ്നേഹമോ ഇന്റിമസിയോ എംപതിയോ ഇമോഷണൽ ഫിസിക്കൽ കണക്ഷൻ ഒന്നല്ല, ഇവര് പണിഷ്മെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അതില് മാക്സിമം അവര് ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ ഫ്രീക്വന്റ് ആയിട്ട് അഫയർസ് ഉണ്ടാവുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക. വൈഫ് ഉണ്ടെങ്കിൽ പോലും ചിലത് വൈഫ് അറിയാതെ പോകുന്നവരുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് വൈഫ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ വേറെ ആളുകളുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും മറ്റാളുകളുടെ അടുത്ത് പോവുക. കാരണം ഇവർക്ക് കാണിക്കണം, ഇവരുടെ പാർട്ട്ണറിനെ ഇവർക്ക് കാണിക്കണം, എനിക്ക് ഇത്രയും കഴിവുണ്ട്, ഞാൻ ഇവരുടെ കൂടെ ഒക്കെ പോകുന്നത് ഞാൻ വലിയ ആളാണ് എന്ന് നിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നീ അറിയണം, എന്റെ വാല്യൂ നീ അറിയണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവര് കാണിക്കുക. അപ്പോ അങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റ് വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന് അടുത്ത് പോകുന്നുണ്ട്. അതും അവര് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. പകരം എന്താ ചെയ്യാ, അവരത് പുറമെ എക്സ്പ്രസ് ചെയ്യും. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത് എന്ത് ചെയ്യണം, അത് ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സെക്ഷൽ പെർഫോമൻസിൽ ഇവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഫീൽ ചെയ്യും, ഞാനാണ് ഏറ്റവും നല്ല പാർട്ട്ണർ, ആർക്ക് വേണമെങ്കിലും എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും എന്നെ സ്വീകരിക്കും, കാരണം ഞാൻ അത്രയും സെക്ഷൽ പവർ എനിക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇവരുടെ തന്നെ സെക്ഷൽ സ്കിൽസിനെ പ്രേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിപ്പോ എവിടെയെന്നൊന്നുമില്ല, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവരുടെ ഏതൊക്കെ ടോക്ക് വന്നാലും ഏറ്റവും അവസാനം ആവുമ്പോഴേക്കും ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാ. എന്നിട്ട് ഇവരെ തന്നെ സെൽഫായിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനത്തെ സ്കില്ലുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് പ്രേസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, കവേർട്ട് നാർസിസിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പൊ ഓവേർട്ട് ആണെങ്കിൽ പുറമെ ഇതെല്ലാം കാണിക്കുന്നുണ്ട് അല്ലെ, ദേഷ്യം വന്നാലും എല്ലാം പുറമെ അപ്പ ഓൺ ദ സ്പോട്ട് തന്നെ എല്ലാം എക്സ്പ്രസ് ചെയ്താണ് പോവുക. ഇനി കവേർട്ട് നാർസിസിസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇതിലും അവർക്ക് വേണ്ടതൊരു ഇവർക്കും സെൽഫ് ഇമ്പോർട്ടൻസ് തന്നെയാണല്ലോ, ഇവർക്കും മറ്റുള്ളവർ ഇവരെ അക്സെപ്റ്റ് ചെയ്യണം, ഞാനാണ് വലുതെന്ന ഫീല് വരണം, ഇതൊക്കെ ഇവർക്കും ഉണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് മറ്റ് കാറ്റഗറിയിലെ പോലെയല്ല, ഇവര് ഇങ്ങനെ സ്വന്തമായിട്ട് ഇവരെ തന്നെ പൊക്കി പറഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കില്ല. പക്ഷെ ഇങ്ങനെ ചെറിയ ഹിന്റ് ഒക്കെ കൊടുക്കും. ഇപ്പോ ഓവേർട്ട് ആണെങ്കിൽ അവരിങ്ങനെ പാർട്ട്ണറിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനായിരുന്നു അവിടെ ഏറ്റവും കാണാൻ നന്നായിട്ടുണ്ടായിരുന്ന ആൾ, എല്ലാരും എന്നെ അഡ്മയർ ചെയ്തുകൊണ്ടിരുന്നേച്ചത്, ഇപ്പോഴും ഞാനൊന്ന് റൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര പേരെന്നെ നോക്കുന്നതെന്ന് അറിയോ, ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ ആളുകൾ വരെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ കവേർട്ട് ആകുമ്പോഴേക്കും അവർക്ക് ഈ സെയിം ഇതാണ്, പക്ഷെ പറയുന്നതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ പറയും, ശരിക്കും നീ ഒന്ന് പറഞ്ഞേ, നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ, നീ എന്നെ കല്യാണം കഴിച്ചപ്പോഴേക്കും നിനക്ക് തോന്നിയില്ലേ നീ ഭയങ്കര ലക്കിയാണെന്ന്, ഞാൻ നിന്നെ അത്രയും നല്ല രീതിയിലല്ലേ നിന്നെ ഞാൻ നോക്കണേ, അല്ലേ, നീ ഒന്ന് പറഞ്ഞേ. അപ്പൊ ഈ രീതിയിൽ പറയും, എന്നിട്ട് ആ പാർട്ട്ണറിനെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് ഇവര് ഈ ഒരു കാര്യത്തിൽ അവർ ചെയ്യുന്നത്. പിന്നെ ഇമോഷണൽ മാനിപ്പുലേഷൻ ചെയ്യും. അപ്പൊ ഇതില്
ഇമോഷണലി ആണ് ഇവരെല്ലാ കാര്യങ്ങളും നേടിയെടുത്തത്. അപ്പോ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് ഇമോഷണലി പറയും, നീ ഞാൻ സാരില്ല, എനിക്കിപ്പോ ഇത് ആവശ്യമില്ല, കാരണം എന്താ പറയാ, നിനക്ക് ചിലപ്പോ സ്നേഹത്തിന് എവിടെയെങ്കിലൊക്കെ കുറവ് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ മറ്റൊരാളിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ചില സമയം ഇവര് ആ എന്താ പറയാ, അപ്പൊ തന്നെ ദേഷ്യപ്പെടുക, അപ്പൊ തന്നെ വഴക്കുണ്ടാക്കുക, അടിക്കുക, അങ്ങനെയൊന്നുമില്ല. ഇവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഇവര് ആവശ്യപ്പെട്ട സമയത്ത് അത് ആ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നില്ല എന്നാണെങ്കിൽ ചിലപ്പോ ആ ഒരു സമയം തുടങ്ങി ഇവര് സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, ഇവരോട് മിണ്ടില്ല. മിണ്ടാതെ വരുമ്പോഴേക്കും പാർട്ട്ണർ എന്ത് ചെയ്യും, വേറെ ആരും ഇല്ല സംസാരിക്കാനാണെങ്കിൽ പാർട്ട്ണർ അതിന് നിന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഫീലിലേക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് അവിടെ വരും. പിന്നെ അതുപോലെ അവർക്ക് തന്നെ ഒരു പിറ്റി ഫീൽ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇമോഷണലി അവർ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇവരെന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോ പറയും, എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നെ ഒട്ടും താല്പര്യമില്ലല്ലേ, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ, സാരില്ല, നിനക്ക് വേണമെങ്കിൽ വേറൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാം, ഞാൻ ഒരിക്കലും നിന്റെ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട് നിന്റെ മുമ്പിൽ ഉണ്ടാവില്ല, നിനക്ക് വേറെ ആരെ വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും എത്ര പാർട്ട്ണറിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ആ സമയമാകുമ്പോഴേക്കും അവർക്ക് ഫീൽ ചെയ്യും, ഞാൻ അങ്ങനെ, എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പോ അത് നോക്കിയല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ പാർട്ട്ണർ പറയുമ്പോഴേക്കും ഇവർക്ക് ആ ഒരു ഫീലിംഗ് വരും, ഗിൽറ്റി ഫീലിംഗ്. അപ്പൊ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യലാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ദേഷ്യമൊക്കെ ഇവർ എക്സ്പ്രസ് ചെയ്യുക സൈലന്റ് ട്രീറ്റ്മെന്റിലായിരിക്കും. അപ്പൊ പെട്ടെന്നുള്ള ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത്. പിന്നെ ഇവര് പുറമെ ഇങ്ങനെ കാണിക്കും, ഞാൻ ഭയങ്കരമായിട്ട് പാർട്ട്ണറുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡീപ്ലി കൺസേൺ ആണ്, സിമ്പതി ആയിട്ട് ആ രീതിയിലൊക്കെ ഇവര് സംസാരിക്കും. ഫേക്ക് ആയിട്ടുള്ള സിമ്പതി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവര് സംസാരിക്കുക. ചിലപ്പോ ഇങ്ങനെ പറയും, എനിക്കറിയാം ഇന്നത്തെ ദിവസം നീ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ എന്നെ ഒന്ന് നെഗ്ലക്ട് ചെയ്യുന്ന പോലത്തെ ഫീലൊക്കെയാണ് എനിക്ക് വന്നു തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം അവരുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനത്തെ ഒരു ഡയലോഗ് ഇങ്ങനെ ആയിരിക്കും, പക്ഷെ എനിക്കെന്തോ എന്നെ നെഗ്ലക്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇവര് കാണിക്കുന്നുണ്ട്. പിന്നെ സെൽഫായിട്ട് വിക്ടിമൈസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സെക്ഷൽ മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് സെൽഫായിട്ട് തന്നെ വിക്ടിം ആവും. അപ്പൊ ഇവർക്കാണ് അത് ആവശ്യമെങ്കിലും ഇവര് പറയും, നിനക്കല്ലേ ഇത് ആവശ്യം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ വിക്ടിം ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോ ഇത് സാധാരണയായിട്ട് NPD ഉള്ള ഒരാൾക്ക് ഈ ഒരു സെക്ഷൽ നാർസിസം ബിഹേവിയർ ഉണ്ടോന്ന് അറിയാൻ അതിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ അത് കുറച്ച് ക്വസ്റ്റനേഴ്സ് ആണ്, പക്ഷെ അത് സെൽഫ് റിപ്പോർട്ടിംഗ് ആണ്, അവർ സ്വയമേ ചെയ്യേണ്ടതാണ്. പക്ഷെ NPD ഉള്ള കുറെ പേരും അതിന് റെഡി ആയിട്ട് ഉണ്ടാവാറില്ല. അപ്പോ സാധാരണയായിട്ട് നമ്മൾ സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്വസ്റ്റനേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് മെയിൻലി അവരുടെ പാർട്ട്നേഴ്സിനായിരിക്കും, NPD ഉള്ള ആൾക്കല്ല, പാർട്ട്നേഴ്സിനായിരിക്കും കൊടുക്കുക. എന്നിട്ട് പാർട്ട്ണറിനെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിക്കും എന്തൊക്കെയാണ് സാധാരണയായിട്ട് അവർ ഫേസ് ചെയ്തതെന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്നാണ് അവർ മനസ്സിലാക്കുക എന്താണ് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു സെക്ഷൽ നാർസിസം അവര് കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവര് കാണിക്കുന്ന ഒരു സെക്ഷൽ കൊയേർഷൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. കാരണം പാർട്ട്ണറിനെ ഡീഫെയിം ചെയ്യാന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഇവര് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതിൽ ഫസ്റ്റ് ആണ് പബ്ലിക് ആയിട്ട് ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് ചിലപ്പോ എന്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പറ്റി ഇല്ലാത്തതൊക്കെ പറയും. ഇവരും ഒരു ഫ്രണ്ടും കൂടി അടുത്തുനിന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ചിലപ്പോ അടുത്തൊന്നായിരിക്കില്ല, നല്ല ദൂരത്തിൽ നിന്നായിരിക്കും സംസാരിച്ചത്, പക്ഷെ ഇവരെന്ത് ചെയ്യും, ഇതിന്റെ ഈ ഒരു പാർട്ട്ണറിനോടുള്ള ദേഷ്യം കാരണം അവരെ ഡീഫെയിം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചിലപ്പോ ഇവര് മറ്റുള്ളവരോടൊക്കെ തന്നെയും ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവന് വേറെ സെക്ഷൽ ഇതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കും സംസാരിക്കുക. ഫോൾസ് ആയിട്ട് അക്യൂസേഷൻസ് കൊടുക്കുക. ആള് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ വൈഫ് അതിന് മാത്രം കാര്യങ്ങളായിരിക്കും പുറമേ ഉള്ള ആളുകളോട് പറയാം, അവർക്ക് വേറെ ആളുകളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോൾസ് ആയിട്ട് അക്യൂസേഷൻസ് കൊടുക്കും. പിന്നെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇവര് കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ അറിയാതെ പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്നെ ഇന്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുക. മാക്സിമം പാർട്ട്ണറിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടായിരിക്കും ഇവര് ശ്രമിക്കുക. പിന്നെ അതുപോലെ
ഗ്യാസ് ലൈറ്റ് ചെയ്യുക പാർട്ട്ണറിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത ശേഷം പാർട്ട്ണർ ഈ NPD ഉള്ള ഈ ഒരു സെക്ഷൽ നാർസിസം കാണിക്കുന്ന ആള് പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്, നീ അൺസ്റ്റേബിൾ ആണോ, കാരണം നീ എന്തിന് ഇത്ര സെൻസിറ്റീവ് ആയിട്ട് എടുക്കണം, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, നീയാണ് സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്കും ഒരു ഇതാവും. അപ്പോ എനിക്ക് തോന്നണേണോ എന്നുള്ളൊരു ഫീലിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് ചെയ്യും. പിന്നെ പാർട്ട്ണറിനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് പറയും ഇപ്പൊ ഇവർക്ക് ഒരു റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്തതിന് ശേഷം പിന്നീട് അതൊരു പ്രോബ്ലം ആവും, ഇവര് വേറെ ഒരാളോട് പറയും എന്നൊക്കെ തോന്നുന്ന ആ ഒരു സമയത്തില്ലേ, ആ ഒരു ടൈം എത്തുമ്പോഴേക്കും ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട്ണറിനാണ് ഇങ്ങനെ വേണ്ടിയിരുന്നത്, എനിക്കല്ല, പാർട്ട്ണറിന് ഇങ്ങനെ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ഒരാളോട് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇവര് തന്നെ എന്ത് ചെയ്യും, മറ്റുള്ള ആളുകളോട് പറയാനായിട്ട് തുടങ്ങും. അതുപോലെ ആ പാർട്ട്ണറിന്റെ പാസ്റ്റ് സ്റ്റോറീസ് എന്താണോ അത് മനസ്സിലാക്കി എടുത്തിട്ട് അതിന്റെ കൂടെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവര് പറഞ്ഞു കൊടുക്കും. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവരെ മാക്സിമം ഡീഫെയിം ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഇതുവഴി അവരുടെ പാർട്ട്നേഴ്സ് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഇമോഷണലി ഭയങ്കര തളർന്നായിരിക്കും ഇരിക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് അതൊരു ട്രോമയായിട്ട് മാറും. അപ്പൊ ചില പാർട്ട്നേഴ്സ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡിവോഴ്സ്ഡ് ആയി, അത് കഴിഞ്ഞാലും എന്താ പറ്റുക, ആ ഒരു സമയത്ത് ഉണ്ടായ കാര്യങ്ങള്, ഓക്കെ, ആ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായ സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ചിലപ്പോൾ പെർഫ്യൂമിന്റെ സ്മെല്ലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ചില ആ ഒരു ടൈമിൽ ഉണ്ടായ ചില ലൈറ്റ് ആയിരിക്കാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ വീണ്ടും ഇവര് ചിലപ്പോ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമുകളിലൊക്കെ ഇതിന്റെ ഫ്ലാഷ് ബാക്സ് വരിക, അതിന്റെ ട്രോമ ഇങ്ങനെ നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ഇവർ തന്നെ സ്വയമേ തീരുമാനിക്കുകയാണ് എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. ചിലപ്പോ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പോയിന്റ് ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് പോവാ. ചിലപ്പോ ഇവർക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അക്യൂസേഷൻ വരെ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലീഗൽ സൈഡിലേക്ക് വരെ ഇവർ ചിലപ്പോൾ ഇവരെ കൊണ്ടുപോകും. പക്ഷെ എന്നാൽ പോലും ഇവരത് പുറത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാനൊന്നും ഇവർക്ക് പേടിയായിരിക്കും. അവരെന്തെങ്കിലും ചെയ്യും, ഒരു ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഇവർക്ക് ഇവരോടുള്ള വിശ്വാസം തന്നെ പോവും, അൺവേർത്തി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ ഒരു സെക്ഷുവൽ ആക്ട്സ് നടക്കുന്ന സമയത്തൊക്കെ തന്നെയും ഇവർക്ക് സുപ്പീരിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇവരെന്തായിരിക്കും പറയാ, എന്താണ്, ആ ഒരു പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നേ, അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയില്ല, വേറൊരു പാർട്ട്ണറിനെയാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കും ഇവര് സംസാരിക്കുക. അങ്ങനെ പതുക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നാലും അതൊക്കെ ഡിവോഴ്സ്ഡ് ആയി എന്ന് വിചാരിച്ചു, അതൊക്കെ ഡിവോഴ്സ്ഡ് ആയി 2-3 വർഷം കഴിഞ്ഞു. പക്ഷെ ആളെ സംബന്ധിച്ച് ആൾക്ക് പുതിയൊരു ലൈഫിലേക്ക് എടുത്തു വെക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇവര് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ആളുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ ഓക്കെ ആയിരിക്കില്ല, അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ പാർട്ട്ണറെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും വരാ, അങ്ങനെയുള്ള ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതുപോലെ സെക്ഷൽ ഇന്റിമസിക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും. ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാലും അതില് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർക്ക് അതിൽ നിന്ന് പോവാനായിട്ട് പറ്റില്ല. ഇവരത് സഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ട്രോമ ബോണ്ടിങ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് 2-3 ദിവസം അങ്ങനെ ആയിരിക്കും. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാ, ഭക്ഷണം കൊടുക്കുക, ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പൊ ആൾക്കെന്നെ ഇഷ്ടമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചാലും ആൾക്ക് എവിടേക്കോ ഇഷ്ടമുണ്ട്, ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് മാറിപ്പോയിക്കോളും, എല്ലാം നന്നായിട്ടേ വരുള്ളൂ, എല്ലാം കറക്റ്റ് ആയിട്ട് വരും, ഇങ്ങനെയുള്ള ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവര് സഫർ ചെയ്യുന്ന കാര്യം ഇവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് എത്തും. ഇവരെയാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് എന്നുള്ളതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർ ആ ഒരു ദിവസം കൊടുത്ത ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അതും വെച്ചിട്ടാണ്, ആ ഒരു ഹോപ്പിലാണ് അവരുണ്ടാവുക. പക്ഷെ മറ്റവര് ആ ഒരു പാർട്ട്ണർ ഇവരെ മാക്സിമം ഉപദ്രവിക്കുകയാണെന്നുള്ളത് ഇവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ സെൽഫ് എസ്റ്റീമിൽ നല്ല കുറവായിരിക്കും. ഓക്കെ, അതുപോലെ സെൽഫ് ബ്ലെയിം ചെയ്യുക, സെൽഫ് എസ്റ്റീമിൽ കുറവ് വരിക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പാർട്ട്നേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഒരു സെക്ഷൽ നാർസിസം ഉള്ള ആളുകളുടെ പാർട്ട്നേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അവർക്ക് ശരിക്കും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. പലപ്പോഴും ഇങ്ങനെ ഒരാള് സഫർ ചെയ്യുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും പറയും, ഇതെങ്ങനെ ഞാൻ ഒരാളോട് പറയും, അവരിതെങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റി ആയിട്ടുള്ള ഒരാൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് അവരോട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് എന്റെ പ്രോബ്ലം, എന്താണ് ഞാൻ അനുഭവിക്കുന്നതെന്നുള്ളത് അവരോട് പറയാം. കാരണം നമ്മളിതിങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ സഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം ഇതൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോ ആ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിലും വലിയ പ്രശ്നത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നിൽക്കുക. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ചും കൂടി ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, ഹെൽപ്പ് എടുക്കുക. ഇവൻ NPD ഉള്ള ആളുകളും അവര് സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യാണ് എനിക്കെന്തോ എന്തോ ഉണ്ട്, ഞാനിത് ഓക്കെ ആക്കണം എന്നാണെങ്കിൽ അവർക്കും CBTയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവര് കൗൺസിലിംഗ് എടുക്കുക. കാരണം അവർക്ക് ആ ഒരു അവരോടുള്ള ഒരു സ്നേഹം, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട്, ഇതൊക്കെ വളരെ കുറഞ്ഞായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. പക്ഷെ അത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുക, സെൽഫ് ലവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിലൊക്കെ ഇൻവോൾവ് ആവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നോ? ഞാൻ എന്റെ നമ്പർ ചാറ്റിൽ ഷെയർ ചെയ്യട്ടെ. Yes, madam. Everything is okay. Yes, ma'am. Clear ആണ് കേട്ടോ. എന്തോ ക്ലിയർ ആയിരുന്നു പറഞ്ഞതാ. ഓക്കെ ഓക്കെ. അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ മാം? ആർക്കാണ്? NPD ഉള്ള ആൾക്കാണോ പാർട്ട്ണറിനാണോ? അല്ല, അയാളോട് പെരുമാറേണ്ട എന്തെങ്കിലും മെത്തേഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് നമ്മൾ ശരിക്കും അവരുടെ അവസ്ഥ, അവർ ഏതിലൂടെയാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം അവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണം, എന്താണ് അവര് ഇപ്പൊ ഫേസ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമായിരുന്നു നല്ലായിരുന്നു. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടോക്കട്ടെ. സർവൈവേഴ്സിനുള്ളതാണ്, അത് നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മാഡം, ശരിക്കും സെക്ഷൽ ഡിസയർ അല്ല, അവരുടെ ഒരു ഗ്രാൻഡ്യോസിറ്റി കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്? അതെ അതെ, ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു മാർഗമായിട്ട് കണക്കാക്കുന്നു അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. പുരുഷന്മാരിലാണോ കൂടുതലുള്ളത് ഈ പൊതുവെ, അല്ല സ്ത്രീകളിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സെക്ഷൻ? ഉണ്ട്, മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട്. പിന്നെ കുറച്ചും കൂടി മെയിൽസിനാണ് കൂടുതലുള്ളത്, ഫീമെയിൽസും ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഫീമെയിൽസിന് ഇത് വരുമ്പോ പുറമെ നമ്മൾ അത് അറിയുന്നത് കുറവാ. പക്ഷെ മെയിൽസിന് വരുമ്പോഴേക്കും അത് പുറമെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ വരും. ഫീമെയിൽ ചെയ്യുമ്പോൾ പലപ്പോഴും അത് പുറത്തേക്ക് അറിയാറില്ല, അവരതിങ്ങനെ ഹൈഡ് ചെയ്ത് അങ്ങനെ പോവാ. പക്ഷെ ഫീമെയിൽസും ഇത് തന്നെ, നമുക്ക് ഒരു ക്ലയന്റ് വന്നപ്പോ ഇതുപോലെ ഫീമെയിലിനായിരുന്നു NPD ഇത് ഉണ്ടായിരുന്നെ. എന്നിട്ട് ആൾക്ക് ആകെ പ്രശ്നമായിട്ട് അവര് സെപ്പറേറ്റഡ് ആയി. കാരണം അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവർക്ക് പുറത്തേക്ക് അത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ഇങ്ങനെ വൈഫ് എന്നെ ഉപദ്രവിക്കാണ്, വൈഫിന്റെ ഇഷ്ടത്തിന് എന്നെ ഇങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ഫീമെയിൽസിലും ഇതുണ്ട്. Okay, let me introduce myself to the group. ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. എനിക്ക് ഇതിന്റെ ലിങ്ക് എനിക്ക് കിട്ടിയപ്പോൾ ഒരു 7:15 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ കുറെ ഞാൻ മിസ് ചെയ്തു. കേട്ടിടത്തോളം യെസ്, ഇറ്റ് ഈസ് ഗുഡ്. എനിക്ക് ഐ എം ഗ്ലാഡ് ദാറ്റ് ഈസ് ഇത് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ ഓപ്പണായിട്ട് പലരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിരുന്നുള്ളത്. ഇത് സപ്രസ്ഡ് ആൻഡ് റിപ്രസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോ നാട്ടിൽ കാണുന്ന അപ്പൂപ്പൻ മറ്റേ അതിനെ പീഡിപ്പിച്ചു, ഇതിനെ ഇവിടെ പീഡിപ്പിച്ചു, കൊച്ചച്ഛൻ പീഡിപ്പിച്ചു, അച്ഛൻ പീഡിപ്പിച്ചു, ഇതെല്ലാം വന്നിട്ട് സെക്ഷൽ റിപ്രഷനാണ്. അതിനൊരു നല്ലൊരു ഔട്ട്ലെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിന്റെ ഇതിലിവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ യെസ്, അമേരിക്കയിലും ഇതേപോലെ സിമിലർ പ്രോബ്ലംസ് ഉണ്ട്. അത് കാരണം ഈ ടോപ്പിക് വാട്ട് യു ഹവ് ചോസൻ നന്നായിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ഗിവ് യു എ കോൾ. എനിക്ക് നമ്പർ കിട്ടിയല്ലോ, ഐ വിൽ കോൾ ആൻഡ് ടു ടോക്ക് വിത്ത് യു. ഓക്കെ, wish you all the best. Right. Thank you, sir.
ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെ വിൻബിൽ അക്കാഡമിയിലേക്ക് ഡയറക്റ്റ് ചോദിക്കുക. അതിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടും കേട്ടോ. നിങ്ങളുടെ ഇത് എല്ലാ ആഴ്ചയും ഉണ്ടോ വെബിനാർ? ഓരോ എല്ലാ ആഴ്ചയും ഉണ്ടാവും. പല ഫാക്കൽറ്റീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഫ്രീ വെബിനാർ സെഷൻസ്. ഓക്കെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്റെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് ആ നോട്ടിഫിക്കേഷൻ അയച്ചു തന്നാൽ കൊള്ളാം കേട്ടോ. ഇഫ് ഐ ആം ഫ്രീ ഐ വുഡ് ലൈക്ക് ടു ജോയിൻ. ഓക്കെ ഓക്കെ സർ. ഓക്കെ. ഞാൻ ഐ വിൽ സെൻഡ് എ വാട്സ്ആപ്പ് മെസ്സേജ് ഫോർ യു. ഓക്കെ റൈറ്റ് ഓക്കെ സർ. റൈറ്റ് ഗുഡ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? Okay, okay. Thank you. ഓക്കെ, താങ്ക് യു. Okay, ma'am. ഗുഡ് നൈറ്റ് ഓൾ. Thank you. Thank you, മാം ma'am. നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചധികം Thank ഡൗട്ട്സ് you. ഉണ്ട്, അത് പക്ഷെ മാമിനോട് ചോദിക്കാം. ഓക്കെ, ചോദിച്ചോ. ഗുഡ് നൈറ്റ്.